സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ കുറേ നാളുകളായിട്ട് നീണ്ടിങ്ങനെ പോയ ശുഭമുഹൂർത്തങ്ങൾക്ക് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിക്കുകയാണ്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ നല്ല ദിവസം ഇവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. മനസ്സമ്മതമാണ്. മനസ്സമ്മതം സാധാരണഗതിയിൽ പണ്ട് മനസ്സമ്മതം നടത്തി ഒരുങ്ങാനുള്ളൊരു സമയം, അത് കഴിഞ്ഞിട്ട് കല്യാണം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരുക്കങ്ങളൊക്കെ മനോഹരമായിട്ട് നടക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. എങ്കിലും നമുക്കൊരു നിമിഷം കരങ്ങൾ കൂപ്പി ആത്മാർത്ഥമായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി ഇവർ സ്വീകരിക്കാൻ പോകുന്ന വിവാഹം എന്ന കൂദാശയിലേക്ക് കൂടുതൽ പക്വതയോടും ദൈവ അനുഗ്രഹത്തോടും കൂടെ ഒരുങ്ങാനുള്ള കൃപയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഈ കർമ്മങ്ങളിൽ പങ്കുകൊള്ളാം. പ്രിയപ്പെട്ട വികാരിച്ച, സജിയച്ച, ആന്റണി, അനീഷ, വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നേക്കാൾ കൂടുതൽ ബന്ധം സജി കോട്ടക്കലച്ചനാണ്. സജിയച്ഛനും ആന്റണി കസിൻസാണെന്ന് ഞാൻ അറിയുന്നു. വൈദികരുള്ള കുടുംബത്തിലേക്കാണ് അനീഷ പോകുന്നതിന് വളരെയേറെ സന്തോഷമുണ്ട്. പുതുശ്ശേരി കുടുംബം വൈദികരുള്ള കുടുംബം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും ഞാൻ നേരത്തെ അറിഞ്ഞിട്ടുണ്ട്. ഇന്ന് ശരിക്കും അച്ഛനാണ് കർമ്മങ്ങൾ നടത്തേണ്ടത്. പക്ഷെ ഞാൻ വിവാഹത്തിന് ഞാൻ ഉണ്ടാകില്ല. അച്ഛൻ അവകാശം എനിക്ക് തന്നിരിക്കുന്നു. അതുകൊണ്ടാണ് വിവാഹത്തിന് അച്ഛൻ മാരേജ് കൂടുതൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതുമായിക്കൊള്ളട്ടെ. കർത്താവ് പറഞ്ഞ പോലെ 2-3 പേർ യേശു നാം തുരുമിച്ച് കൂടുമ്പോൾ അവിടുത്തെ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. 2-3 പേർ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നതെന്തും ദൈവത്തിൻ്റെ മഹത്വത്തിന് സാധിച്ചു തരും. ആൻ്റണിയും അനീഷയും, ആൻ്റണിയുടെ കുടുംബം, അനീഷയുടെ കുടുംബവും, ഇവിടെ ഞങ്ങൾ വൈദികർ, വികാരിച്ചനും സജിച്ചനും ഞാനും ഇവിടെ വന്ന് എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രധാനപ്പെട്ട തീരുമാനമാണ് ചെയ്തെടുക്കുന്നത്. യേശുവിനോട് ശിഷ്യന്മാർ ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ വിവാഹ ജീവിതം വിജയകരമായി നയിക്കാൻ ആർക്കാണ് സാധിക്കുക? കർത്താവ് ഉത്തരം പറയുന്നുണ്ട്, മനുഷ്യർക്കെല്ലാം അസാധ്യമാണ്, ദൈവത്തിനെല്ലാം സാധ്യമാണ്. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വിവാഹ ജീവിതം നയിക്കുന്ന ദൈവത്തിന് അനുഗ്രഹം ആവശ്യമാണ്. നമുക്ക് പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. ആരുടെയും മനുഷ്യയും വികാരിച്ചും പറഞ്ഞ പോലെ ദൈവത്തിന് തൃക്കൺ സമർപ്പിച്ച് ഒരു നല്ല സന്തോഷകരമായ വിജയകരമായ ദൈവാനുഗ്രഹ കുടുംബജീവൻ നയിക്കാൻ വേണ്ട അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി.
ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരുടെയും ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മാത്രം ഞങ്ങളുടേതാകുന്നു. മാമി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ മഹത്വത്താൽ സ്വർഗ്ഗം നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, ഞങ്ങളുടെ വിളി സ്വീകരിച്ച് വിവാഹത്താൽ ബന്ധിതരായി ഹൃദയൈക്യത്തിൽ ജീവിക്കാനുള്ള തങ്ങളുടെ സമയം സമ്മതം പരസ്യമായി പ്രഖ്യാപിക്കുവാനുള്ള സ്ഥലം വന്നിരിക്കുന്ന ഈ വിവാഹത്തികളെ ആശീർവദിക്കണമേ. മാതൃകാപരമായ കുടുംബ ജീവിതത്തിന് തങ്ങളെ തന്നെ ഒരുക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവേശ്വരാം എന്നേക്കും. ആമേൻ. അപങ്കലമായ മാർഗത്ത് ചരിക്കുന്നവരും കഥാനിയം അനുസരിക്കുന്നവരും ഭാഗ്യവാന്മാർ. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവരും പൂർണ്ണഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവരും ഭാഗ്യവാന്മാർ. പൂർണ്ണഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു. അങ്ങയുടെ കൽപ്പന വിട്ടു നടക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ. അങ്ങയുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ശാസനങ്ങളെ എൻ്റെ അധരങ്ങൾ പ്രഘോഷിക്കും. സമ്പൽ സമൃദ്ധിയിൽ എന്നതുപോലെ അങ്ങയുടെ കൽപ്പനകൾ പിന്തുടരുന്നതിൽ ഞാൻ ആനന്ദിക്കും. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെ പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹമെന്ന കൂദാശ സ്വീകരിക്കുവാൻ ഒരുങ്ങുന്ന ഇവരെ അങ്ങയുടെ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. വിവാഹ ജീവിതത്തിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കുവാനും അതിനുവേണ്ടി സ്വയം സജ്ജമാക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനന സർവേശ, പരിപാവനന ബലവാനേ, പരിപാവനന അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. രണ്ട് ഭാഗത്തു നിന്നും ഓരോ സാക്ഷികളാണ്. ആന്റണി അനീഷ. സ്വർഗീയ മണവാളനായ ക്രിസ്തു തന്റെ മണവാട്ടിയെ സഭയെ സ്നേഹിക്കുകയും അവൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുകയും ചെയ്തു. സഭ അവിടത്തോട് വിശ്വസ്ത പുലർത്തുകയും ചെയ്യുന്നു. ക്രിസ്തീയ വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ വിവാഹത്തിൻ്റെ ഈ കൗദാശ സഭ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഉത്തരവാദിത്ത ബോധത്തോടെയും പൂർണ്ണ മനസ്സോടെയുമാണ് വിവാഹത്തിൽ പ്രവേശിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നതെന്നും പരസ്യമായി പ്രഖ്യാപിക്കുവാൻ സഭ നിങ്ങൾക്ക് ഇപ്പോൾ അവസരം നൽകുകയാണ്. അതിനാൽ നിങ്ങളുടെ സമ്മതം ഇപ്പോൾ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ട് വ്യക്തമാക്കുക. ആന്റണി, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അനീഷ നിന്റെ ഭാര്യയെ സ്വീകരിക്കാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ?
അനിഷ. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ആന്റണിയെ നിന്റെ ഭർത്താവായി സ്വീകരിക്കാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? നിങ്ങൾ ഈ വിവാഹ വാഗ്ദാനത്തിന് സാക്ഷികളാണല്ലോ. നിങ്ങളുടെ വിവാഹ വാഗ്ദാനം സഫലമാക്കാൻ സർവ്വസ്നാ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങുന്നവർക്ക് വേണ്ടി കർത്താവെ ഇവരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ക്രിസ്തീയ വിവാഹം ദൈവവുമായുള്ള ഉടമ്പടിയാണെന്നും മരണം വരെ നിലകൊള്ളുന്ന ബോധ്യത്തോടെ ഇവർ ഈ കൂദാശ സ്വീകരിക്കുന്നതിന് ഒരുങ്ങുവാൻ ഈശോയാണ് ഇവരെ പരസ്പരം യോജിപ്പിക്കുന്നത് അറിയുവാനും വിവാഹ ജീവിതത്തിന് പരസ്പര ഐക്യവും വിശ്വസ്തതയും ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ട് വിവാഹത്തിന് ഒരുങ്ങുവാനും വിവാഹബന്ധത്തിൻ്റെ അഭേദ്യതയും കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളും ശരിയായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് വിവാഹ ജീവിതത്തിന് ഒരുങ്ങുവാനും സ്നേഹത്തെ പ്രതി കുരിശുമരണം മരിച്ച ഈശോയെ പോലെ ഇവരും സ്നേഹത്തെ പ്രതി ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നതിന് സന്നദ്ധയുള്ളവരായി തീരുവാൻ വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഇവർ എടുത്തിട്ടുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും പ്രത്യാശ നിർഭരമായ പ്രാർത്ഥനയിലൂടെ വിവാഹത്തിന് സ്വയം സജ്ജമാക്കുവാനും നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഇങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. മനുഷ്യനെ പുരുഷൻ സ്ത്രീമാ സൃഷ്ടിച്ച ദൈവമേ, അങ്ങയുടെ പരിപാലനം ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ഒരുങ്ങുന്നവരെ സ്നേഹത്തെ വളർത്തണമേ. അങ്ങയുടെ കൃപാവരം സംബന്ധമായവരെ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവേശ്വരാമിനേക്കും ആമേൻ. കാനായിലെ കല്യാണ വിരുന്ന് വെച്ച് വധൂവരന്മാരെ പ്രത്യേകമായ വിധം അനുഗ്രഹിച്ച മിശിഹായുടെ സാന്നിധ്യം അനുഭവിച്ചും അവിടുത്തെ സ്നേഹത്തിൽ ആശ്രയിച്ചും പ്രാർത്ഥനാ നിർഭരായി വിവാഹത്തിനൊരുക്കുവാൻ കാരണവാന ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ തീരുമാനം ഉറച്ചു നിൽക്കുവാനും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ വിവാഹമെന്ന കൂദാശ സ്വീകരിക്കുവാനും നിങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാന വരങ്ങളാലും അവിടെ നിങ്ങളെ സമ്പന്നരാക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിങ്ങൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളെയും നിങ്ങളുടെ സ്നേഹത്തെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കമ്പർക്കൾ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അന്നടിക്ക് മനുഷ്യക്ക് എല്ലാവിധ മംഗളാശംസകളും നേരുന്നു.